ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫെറാറിയുടെ കളക്ഷൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഹോട്ട് വീൽസ് ഉണ്ട്, ബുറാഗോ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലുള്ള SF40യും SF50യുടെയും അൺബോക്സ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ കുട്ടന്മാർ ഇവിടെ കറക്റ്റ് ഇരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും നൈസ് ചില്ലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹെയറിലേക്ക് ഇരിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ അൺബോക്സിങ് കൂടി നമുക്ക് ഇതിൽ കാണാം. സോ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഫെറാറിയുടെ കളക്ഷൻസ് ഉണ്ട്. അത് ഞാൻ അധികം കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്കത് മാക്സിമം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം. സോ നമുക്ക് ആദ്യം തന്നെ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന നമ്മുടെ ഫെറാറിയുടെ SF90 ആണ്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് കളക്ട് ചെയ്തത്. ഇത് ഇറങ്ങിയപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതെനിക്ക് 2014 ശേഷം എൻ്റെ ഒരു ഊഹം കറക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഇറങ്ങിയ ഒരു ഫെറാറിയുടെ ടോപ്പ് ക്ലാസ് മോഡലായിരുന്നു ഇതും. ഇതിൻ്റെ തന്നെ കൂടെ വരുന്ന F40യും. സോ ഇത് ഭയങ്കര റയർ ആയിരുന്നു. ആ സമയത്ത് നല്ല പ്രൈസിങ് ആയിരുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ കാർഡ് ആരും അൺബോക്സിങ് ചെയ്യേണ്ട, എല്ലാവരും ഇത് വിൽക്കാൻ വേണ്ടി മാത്രം നോക്കിയിട്ട് ഒരു മോഡലായിരുന്നു. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം നീ നോക്കുമ്പോൾ അതിനെ കാണാം ഫെറാറിയുടെ ലോഗോ, അതുമാതിരി തന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ഒരു ഡീറ്റെയിലിങ്, സോ വീല്, അതുമാതിരി തന്നെ ഹെഡ് ലാമ്പ്. സോ ഇതൊക്കെ നീ ആ ഒരു സമയത്ത് 17 രൂപീസിന് ഇത് കിട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലക്കി പേഴ്സൺസിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ എനിക്ക് കുറച്ച് നെഗോഷിയേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഞാനിതൊരു ബാംഗ്ലൂർ സ്ട്രീറ്റിൽ നിന്ന് എടുത്തത്. സോ ഇതാണ് ഫസ്റ്റ് മോഡൽ. നമ്മളത് ഇവിടെ വയ്ക്കാം. ദെൻ നമ്മൾ പിന്നെ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കയ്യിൽ കാണുന്നത് ഈ കാണുന്ന അടുത്തൊരു മോഡലാണ്. ഇത് നമ്മുടെ ബുറാഗോൻ്റെ ഫെറാറിയാണ്. ഇത് ഏകദേശം ഒരു 500 to 600 റേറ്റിൽ വരുന്നതാണ്. ഇത് ഞാൻ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇതാണ് ഒരു മോഡൽ. ഇത് നമുക്കിവിടെ വയ്ക്കാം. ഞാൻ ക്യാമറ ഒന്ന് കുറച്ച് സൂം ചെയ്യാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ദെൻ അടുത്ത് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ സെക്ഷനിൽ ഞാൻ നോക്കട്ടെ ഗായ്സ്, ഞാൻ ഇവിടെ എല്ലാം ഒന്ന് അലങ്കോലമായിട്ട് ഇരിക്കുകയായിരുന്നു. ഒന്ന് ഓർഡറിൽ വെച്ചതാണ്. ഇവിടുത്തെ സെക്ഷനിൽ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് അടുത്ത ഫെറാറി. ഇതും ബുറാഗോൻ്റെ മോഡലാണ്. ഞാൻ കുറച്ചുകൂടി ലൈവ് ഒന്ന് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് നല്ല വിസിബിലിറ്റി കിട്ടും. സോ ഗായ്സ്, എൻ്റെ പൊന്നെ നിങ്ങൾ നോക്ക്, എൻ്റെ പൊന്നെ അത്ര ഡീറ്റെയിലിംഗ് ആണ് കാറ്. ചിലപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകാൻ ഞാൻ കുറേ നാളായി ഞാനതൊക്കെ എടുത്തിട്ട്. സോ കഴിഞ്ഞ ദിവസം അമ്മ അടിച്ച് വാരിയപ്പോൾ ഇവിടെ അതൊക്കെ അലങ്കോലാക്കി ഞാൻ കുറച്ച് ഓർഡറിൽ വെച്ചിട്ടായിരുന്നു. സോ ഇതാണ് ഒരു മോഡൽ. ഇനി നമുക്ക് അടുത്ത മോഡൽ കാറ് നോക്കാം. അപ്പോൾ നമുക്കിത് ഇവിടെ വയ്ക്കാം. ദെൻ അടുത്ത ഫെറാറി നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫെറാറി ഉണ്ടോ? യെസ് ഉണ്ട് ഗൈസ്, ഇവിടെ ഫെറാറി ഇരിക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, അൺബോക്സിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ മണ്ടത്തരായി പോകുമെന്ന് എനിക്കറിയാം. കാരണം നീ അത്യാവശ്യത്തിലേറെ ഡിമാൻഡായി പോകും. കാരണം നീ അത്ര ഹൈലി ഡിമാൻഡുള്ള മോഡലാണിത്. സോ ഇത് ഞാൻ അത്രത്തോളം കളക്ട് ചെയ്തിരിക്കും. കാരണം ഇത് ഇത്ര വർഷത്തിന് ശേഷം വന്ന ഫെറാറിയുടെ ടോപ്പ് മോഡലാണ്. ഇത് കിട്ടാൻ കുറച്ച് കഷ്ടപ്പാട് എനിക്കുണ്ടായിരുന്നു. സോ ഇതാണ് അടുത്തൊരു ഫെറാറിയുടെ മോഡൽ നമ്മുടെ കയ്യിലുള്ളത്. സോ ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇതുമാതിരി തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ദെൻ അടുത്ത മോഡൽ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതും സെയിം കളറ് നമ്മുടെ F40 തന്നെയാണ്. സോറി, സെയിം കളർ അല്ല കേട്ടോ, ഒന്ന് തെറ്റിപ്പോയി. ഇത് യെല്ലോ കളർ F40 ആണ്. ഇത് 2025 എഡീഷനിൽ തന്നെ വന്നതാണ്. അപ്പോൾ ഇതും നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം സെയിം തന്നെയാണ് കാര്യങ്ങളൊക്കെ. സോ ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് അടുത്ത ഫെറാറി. പിന്നെ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ബുറാഗോൻ്റെ അടുത്ത ഫെറാറി. ഇത് ഞാൻ റീസെൻ്റ്ലി ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു കേട്ടോ. ഓ മൈ ഗോഡ്, ഞാൻ മുന്നേ പറയാറുള്ളതാണ്, ഹോട്ടൽസിന് അനാവശ്യമായിട്ട് പൈസ കൊടുത്ത് പൊട്ടിക്കണ്ട എങ്കിൽ ബുറാഗോ നോക്കൂ. ഡീറ്റെയിലിംഗ് ആണ്, അത്ര ഡീറ്റെയിലിംഗ് ആണ് ഈ കാണുന്ന ഫെറാറിയും. സോ ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അടുത്ത ഫെറാറി നമ്മുടെ ഈ സെക്ഷനിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ സെക്ഷനിൽ ഇതിൽ ഫെറാറി കാണാനില്ല ഗൈസ്. അതൊക്കെ ഞാൻ പല സ്ഥലത്തായിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലുണ്ടോ നോക്കാം. ഇതിലും ഫെറാറി ഇല്ല. ഇത് നമ്മൾ ഈ അടുത്ത് വെച്ച സ്റ്റാൻഡാണ്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ മറന്നുപോയി. അതിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന നമ്മുടെ മിനി ജിറ്റിയുടെ കാസുകളാണ് ഒക്കെ വെച്ചത്. ഇത് എൻ്റെ ഫസ്റ്റത്തെ മിനി ജിറ്റിയാണ് കേട്ടോ, ഈ കാണുന്ന ലംബോർഗിനി. ദെൻ നമ്മുടെ പെട്രോണാസ് ആൻഡ് ഇതൊരു ബെൻസാണ്. ഇതിനൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നതും നമ്മുടെ മെയിൻ കാറുകളാണ്. ഇതൊരു ഫേവറേറ്റ് കാറാണ് കേട്ടോ എൻ്റെ. ഈ കാണുന്ന കാറ്, ഈ റെഡ് കാറ്, ഇത് ഏതാ കാറെന്ന് നിങ്ങൾ കമൻറ്റ് ഇടുക. ദെൻ നമുക്ക് ഫെറാറിയുടെ അടുത്ത് ഇവിടെ വെച്ചിരിക്കണേന്ന് എനിക്ക് ആ സൈഡിൽ തന്നെ ആയിരിക്കും. നമുക്ക് അവിടെ പോയി നോക്കാം. നമുക്ക് ഇവിടെ പോയി നോക്കുമ്പോൾ ഇവിടെ ഫെറാറി ഉണ്ടോ? ഫെറാറി ഉണ്ട്. സോ ഇത് ഫെറാറിയുടെ ഒരു റെട്രോ എഡീഷൻ മോഡൽ വരുന്നതാണ്. ഫെറാറി 365 GTB4. സോ ഇതൊക്കെ പണ്ടത്തെ മോഡലാണ്. ഇതൊക്കെ അന്നത്തെ എന്താ പറയുക, റേസിങ്ങുകളിലൊക്കെ വിൻ ചെയ്ത് കപ്പടിച്ച മോഡലുകളാണ്. സോ ഇതാണ് ഒരു മോഡൽ. ദെൻ ഇവിടെ തന്നെ വേറൊരു മോഡലും കൂടി ഉണ്ട്. അതിൻ്റെ സെയിം സെയിം കളർ എന്നാണ് എനിക്ക് വരുന്നത്. അതിൻ്റെ തന്നെ യെല്ലോ കളറായിട്ടൊരു മോഡൽ. സോ അത് രണ്ടെണ്ണം എടുത്തു.
ഇനി നമുക്ക് ഫെറാറി നോക്കട്ടെ ഗൈസ്, ഫെറാറി ഉണ്ടോന്ന്. ഓ മൈ ഗോഡ്, ഇതിൽ ഫെറാറി കാണുന്നില്ല ഗൈസ്. പോർഷെ സ്കൈലൈൻ GTR, ഇതിൽ ഫെറാറി ഉണ്ടോ? ഫെറാറി ഇല്ല. അപ്പോൾ ഇതാണ് അടുത്ത ഫെറാറി നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് ക്ലോസ് ആയി കാണാം. ലാപ്പ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്, ഹെഡ്ലൈറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. സോ നമ്മുടെ കയ്യിലുള്ള ഫെറാറി കാർസുകൾ ഇതാണ്. നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം, ഇവിടുത്തെ ഈ കാണുന്ന F40 F50. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഫെറാറികൾ. ഞാനെല്ലാം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഫെറാറി GTB4 ആണ്. സോ അതിൻ്റെ തന്നെ സെയിം കളറായിട്ടൊരു മോഡലാണ് ഈ കാണുന്ന മോഡലും. സോ ഇതിൽ 2 എണ്ണം ഇമ്പോർട്ടഡ് ആണ്. ഇതിൽ 2 എണ്ണം അല്ല, ഒരെണ്ണം ഇമ്പോർട്ടഡ് ആണ്. സോ ഇമ്പോർട്ടഡ് കാർഡ്സുകളെ കുറിച്ചിട്ടുള്ള ഞാനൊരു ഇത് കാണിച്ചു തരാം, കറക്റ്റ് ഒരു സൂം ചെയ്ത് കാണിച്ചു തരാം. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ഇന്ത്യൻ കാർഡുകൾക്കെല്ലാം ഇവിടെ 17 rupees എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇമ്പോർട്ടഡ്, മാനുഫാക്ചേർഡ്, അതുമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. സോ അതെല്ലാം നമ്മുടെ ഇതാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. സോ ഇത് രണ്ടുമാണ് ഇമ്പോർട്ടഡ് കാർഡുകളും ഇന്ത്യയിലേക്ക് അസംബിൾ ചെയ്ത കാർഡുകളും തമ്മിലുള്ള വ്യത്യാസം. സോ നമുക്കിനി അടുത്ത മോഡലുകൾ നോക്കാം. സോ ഇത് രണ്ടും മാറ്റി വെച്ചു. പിന്നെ അടുത്ത കാണുന്നതാണ് ഈ F40. അതിൻ്റെ തന്നെ സെയിം കളറാണ് ഈ കാണുന്ന F40. സോ ഈ റെഡ് കിട്ടാൻ ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ അത്ര വേറെ ആരും കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ അവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. സോ ഇത് രണ്ടും സെയിം മോഡൽസാണ്. പക്ഷേ ഇതിൻ്റെ കാർഡ് കുറച്ച് അലമ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, ഇത് നല്ല രീതിയിൽ ഇരുന്നിട്ടുണ്ട്. സോ ഇത് രണ്ടും നമുക്ക് അടക്കി മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബുറാഗോൻ്റെ ഈ കാണുന്ന ലാഫെറാറിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കാണാം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ലൈറ്റ് ഒന്നും കൂടി അടുപ്പിച്ച് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാറാണ്. കുറച്ച് ഷേക്കിങ്ങൊക്കെ ഉണ്ടാവും, പക്ഷേ കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, നോക്കൂ, എൻ്റെ പൊന്നെ, എങ്ങനെ പറ്റുന്ന അറിയില്ലേ ഈ ബുറാഗോൻ്റെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ഫെറാറിയുടെ ലോഗോ അവിടെ കൊത്തി വെച്ചേക്കുന്നത് കാണുന്നുണ്ടോ ഗൈസ്? സൂക്ഷിച്ച് നോക്കി കാണാം കേട്ടോ. എൻ്റെ പൊന്നെ, അമ്മാതിരി ഡീറ്റെയിലിംഗ് ആണ് ഇവർ ഈ ബുറാഗോ കമ്പനി നൽകുന്നത് ഫെറാറികൾക്കും അതുപോലെ തന്നെ എല്ലാ മോഡൽ കാറുകൾക്കും. സോ നെക്സ്റ്റ് നോക്കാൻ വെച്ചാൽ ഇതിലൊരു കാര്യമുണ്ട്, സസ്പെൻഷൻ. അതും കൂടി കൊടുത്തിട്ടാണ് ഈ ഫെറാറി ഇവർ റെഡി ആക്കിക്കുന്നത്. ബുറാഗോ കില്ലാടി മോഡൽ തന്നെ ഇവർ. സോ സീനാണ് അവർ. അപ്പോൾ അതാണ് അടുത്ത മോഡൽ, നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ദെൻ അടുത്തത് കാണുന്നത് ഈ സ്പൈഡർ ഫെറാറിയുടെ. സോ സെയിം ബുറാഗോൻ്റെ മോഡൽസ് തന്നെ, പെയിൻറ്റ് സ്കീമും കാര്യങ്ങളൊക്കെ സെയിം, പക്ക ഡീറ്റെയിലിംഗ് ക്വാളിറ്റിയാണ്. ഇതിനും സസ്പെൻഷൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് ഏകദേശം ഞാൻ എടുത്തിട്ട് 1 കൊല്ലത്തിൻ്റെ അടുത്ത് ആവാറായി ഈ മോഡൽസുകളൊക്കെ. സോ ഇതും ഞാൻ മാറ്റി വെച്ചു. ദെൻ നെക്സ്റ്റ് ഹോട്ട് വീലിൻ്റെ ദ സ്റ്റാർ ഐക്കൺ, കുറച്ച് പൊടി ഇവിടെ ഉണ്ട്, അത് കുറച്ച് കളയാം. ദ സ്റ്റാർ ഐക്കൺ എന്ന് പറയുന്ന SF90. ഈ കളറിനുള്ള ഡിമാൻഡ് അത് വേറൊരു ഹോട്ട് വീലിന് ഞാൻ കണ്ടിട്ടില്ല. ഇത്ര ഡിമാൻഡ് ഈ ഒരു 179 rupees കിട്ടുന്ന സാധനത്തിന്. ഇതിൻ്റെ വീൽ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ പക്കയുണ്ടോ ഞാൻ കാണിച്ചില്ല, കണ്ടോ? അത്ര ഡീറ്റെയിലിംഗ് ആണ് ഈ കാറ്. സോ ഇത് ഞാൻ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വിലയ്ക്കുന്നത് വാങ്ങാണ്ടിരിക്കുക. ഇത് ഏകദേശം നല്ല റേറ്റിന്, അഫോർഡബിൾ ആയിട്ട് റേറ്റിന് കിട്ടാൻ തന്നെ എടുത്തോ. എനിക്ക് കുറച്ച് പ്രാന്ത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് എന്താ പറയുക, കുറച്ച് ബാർഗെയിൻ ചെയ്തിട്ടാണെങ്കിലും ഒരു അഫോർഡബിൾ റേറ്റിന് അത് വാങ്ങിച്ചു. ഇത് അടുത്ത മോഡൽ. ഇനി അടുത്ത മോഡലും ഒരു SF90 തന്നെയാണ്. ഇത് ബുറാഗോൻ്റെ മോഡലാണ്. ഇത് SF90 സ്റ്റാറിലാണ്. സോ ഇതിന് വരുന്ന ഒരു സ്പെഷ്യാലിറ്റി തന്നെ ഇതിൻ്റെ ഒരു പെയിൻറ്റ് സ്കീമും അതുമാതിരി തന്നെ ഇതിൽ വന്നിരിക്കുന്ന ഈ സ്റ്റിക്കർ വർക്കുമാണ്. ഇത് ഒരു പക്ക ഡീറ്റെയിൽ ചെയ്ത ഒരു വണ്ടിയാണ്. ഇത് കാണാൻ ഇതിന് എത്രത്തോളം ഇവർ പണിതുണ്ടെന്ന്. ഓ മൈ ഗോഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ആ ഫെറാറിയുടെ ലോഗോ, അതുമാതിരി തന്നെ വീൽസ്, സസ്പെൻഷൻ ഉണ്ട് ഇതിനും. സോ ഇത് ഏകദേശം ഞാനൊരു 600 to 700 റേഞ്ചിൽ തന്നെ എടുത്തത്. ഇതിന് ഡോർ തുറക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ഇതിന് ഡോർ തുറക്കാൻ പറ്റും ഗൈസ്. ഞാൻ തുറന്നു നോക്കിയിട്ടില്ലായിരുന്നു ഇത്ര നാളായിട്ടും. സോ അതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാൻ വേണ്ടി. കണ്ടില്ലേ ഗൈസ്? സോ ബുറാഗോ, ഹാറ്റ്സ് ഓഫ്. ഇത്രയും നല്ല ഡൈകാസ്റ്റ് മോഡലുകൾ അഫോർഡബിളായ റേറ്റിന് നിങ്ങൾ നൽകണേന്. കാരണം ഈ ഒരു മിനി GT ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ കാണുന്നത്. മിനി GTക്കാളും ക്വാളിറ്റി ഉണ്ട്. എനിക്ക് മിനി GTയുടെ ഇഷ്ടമല്ലാതെ ഇവർ മിറർ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം വയ്ക്കും. അപ്പോൾ നമ്മളെന്തിനാ ഇത്ര വില കൊടുത്ത് ഈ സാധനം വാങ്ങണേ?
അതുപോലെ തന്നെ വീലും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇതും റബ്ബർ ടയേഴ്സാണ് വരുന്നത്. റബ്ബർ ടയേഴ്സാണ് വരുന്നത്. സോ അത്രയും നല്ലൊരു മോഡലാണിത്. ഞാനിനി ഈ മോഡൽ അധികം എടുത്ത് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്കൊരു കൺഫ്യൂഷൻ. സോ ഇതും നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ അത് നിലത്തോളൂ. ഇനി നമുക്ക് നമ്മുടെ ഈ കാണുന്ന 2 മോഡൽസ് അൺബോക്സിങ് ചെയ്യാം. സോ അതിനായി നമ്മൾ കത്തി എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കത്തി വെച്ച് കളിക്കാൻ പാടില്ല എന്നാണ് പണ്ട് മമ്മി പറയാറ്. പക്ഷേ നമുക്കിപ്പോൾ ഇത് കളിക്കാണ്ടിരിക്കാൻ പറ്റില്ല, കാണിച്ചു തന്നെയല്ലോ. ഓക്കെ, നമ്മൾ അൺബോക്സിങ് ചെയ്യാണ്. സോ തുടക്കം തന്നെ ഫെറാറിയുടെ ലോഗോ കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, എൻ്റെ പൊന്നേ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഗായ്സ്. ഇങ്ങോട്ട് ഇറങ്ങിയോടാ, എന്നിട്ട് കിട്ടണമല്ലോ. നമുക്കെൻ്റെ ബോക്സ് മാറ്റിക്കാം. ഓ മൈ ഗോഡ്, എൻ്റെ പൊന്നിതെന്താ സാധനം ഇത്! അയ്യോ ഗൈസ്, വാക്കുകളില്ല. എന്തത് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിലിംഗ് 5000. ഇതാണ് നമ്മുടെ SF50 ബുറാഗോൻ്റെ മോഡല്. ഇതൊരു 600 സംതിങ്ങിനാണ് ഞാൻ വാങ്ങിച്ചത്. എൻ്റെ പൊന്നേ, ഡീറ്റെയിലിംഗ് പീക്ക്. വീല് നോക്ക് എൻ്റെ അളിയ, ജാതി ഡീറ്റെയിലിങ്. ഇതൊക്കെ ഇടയ്ക്ക് ഫ്രീ ടൈം ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓടിച്ച് കളിക്കും ഗൈസ്. അത് ഇവിടെ ഇതുമാണ് ഞാൻ ഇരിക്കാറ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ നമുക്ക് ഓടിച്ച് കളിക്കാം. ഓക്കെ, ഇതൊരു മോഡലാണ്. എനിക്ക് പറയാനൊന്നുമില്ല, അത്രയും ഡീറ്റെയിലിംഗ് ആണിത്. സോ ഇതൊരു മോഡല്. ഇനി നമുക്ക് അടുത്തത് എടുക്കാം. അടുത്തവിടെ അടുത്ത നമ്മുടെ F40 നമ്മൾ ഒരെണ്ണം കാണിച്ചാണ്. പക്ഷെ അതൊന്നും അൺബോക്സ് ചെയ്യാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല, കാരണം അത് അത്രയും നല്ല കളക്ഷൻസ് ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് തുറക്കുമ്പോൾ എഗെയിൻ ഫെറാറിയുടെ ആ ഒരു ടെയിൽ നോക്കട്ടെ. കിട്ടണല്ലോ. ഓക്കെ, ബോക്സ് മാറ്റിക്കാം ഗൈസ്. എൻ്റെ മോനെ, നിങ്ങൾ പറഞ്ഞാൽ മതി ഇതിനെക്കുറിച്ച്. ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വാക്കുകളില്ല. എഗെയിൻ ബുറാഗോ, നിങ്ങൾ ഓരോ ദിവസവും എന്നെ നിങ്ങളുടെ ഒരു ഫാനാക്കി മാറ്റുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോട്ട് വീൽസിനാളും കൂടുതൽ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം നിങ്ങൾ ഈ ഒരു വിലയ്ക്ക് ഇത്രയും ഡീറ്റെയിലിംഗ് നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് ഗൈസ്, വലിയ കാര്യം തന്നെയാണ്. കാര്യം എന്നുണ്ടെങ്കിൽ 600-700 രൂപയ്ക്കാണ് ഈ ഒരു ഡീറ്റെയിലിംഗ് തരുന്നത്. നിങ്ങൾ ഹോട്ട് വീൽസിൻ്റെ ഒരു പ്രീമിയത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു പ്രത്യേക തരം ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ കാണുന്നത്. സോ ഹാറ്റ്സ് ഓഫ് അഗൈൻ ബുറാഗോ. നിങ്ങളുടെ ഈ ഒരു അസാമാന്യമായ കഴിവിൽ ഞാൻ തൃപ്തനായിരിക്കുന്നു. സോ അഗൈൻ സസ്പെൻഷൻ ഉണ്ട്, ഹെഡ് ലാമ്പ് ആൻഡ് നമുക്ക് സൂം ചെയ്ത് കാണാം ദ ഫെറാറി. യെസ്, ഐ തിങ്ക് യു ഗൈസ് ക്യാൻ സീ ദ ഫെറാറി ലോഗോ. സോ അഗൈൻ വാക്കുകളില്ല ബുറാഗോ, നിങ്ങൾ സൂപ്പറാണ്, കൊലമാസാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫെറാറി കളക്ഷൻസ്. നമുക്ക് ഒന്ന് ഓർഡറിൽ വയ്ക്കാം. ടേബിളിൽ കുറച്ച് ഇതുണ്ട്, അതാണ് ഈ കാറുകളൊക്കെ ഓടി കളിക്കുന്നത്. സോ നമുക്ക് ഓർഡറിൽ വയ്ക്കാം. റെഡ്. ഹലോ ഗായ്സ്, ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു. നമ്മുടെ 2 ഫെറാറി മോഡലും കൂടി ഉണ്ടായിരുന്നു. ഞാനത് പൊട്ടനായിരുന്നു. ഞാൻ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട് ഗായ്സ്. അയ്യോ മക്കളെ, ഞാൻ മറന്നുപോയിടാ നിങ്ങളെ കുറിച്ച്. ഇത് ഹോട്ട് വീൽസിൻ്റെ 5 പാക്കിൽ നിന്ന് കിട്ടിയ ഫെറാറിയാണ് ഗായ്സ്. അയ്യോ, ഒരു SF90 അഗെയിൻ. ദെൻ ഇവിടെയും ഒരു ഫെറാറി ഇരിക്കുന്നുണ്ട് ഗായ്സ്. അയ്യോ, ഇതും ഞാൻ അഗെയിൻ മറന്നുപോയി. അയ്യോ, ഇവരോട് ഞാൻ ചെയ്ത ഒരു ഇതായിപ്പോയി, പക്ഷാഭേദമായി പോയി മക്കളെ, ഞാൻ മറന്നുപോയിടാ.
അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഫെറാറി കളക്ഷൻസ്. അപ്പോൾ നമുക്കെല്ലാം വരി വരിയായിട്ട് വയ്ക്കാം. ഓ നല്ല സുഖം. ഇത് 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 പിന്നെ ഇവൻ 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 സോ ഗായ്സ് ഇതാണ് എൻ്റെ ഫെറാറി കളക്ഷൻസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ വിചാരിക്കുന്നു. ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ ഫെറാറി കാർസ്. ഞാനിതൊന്ന് സോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ സമയം അനുവദിക്കുന്നില്ല. കുറച്ചും കൂടെ അധികം നേരെ വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് അർജൻറ്റ് വർക്കുകളുള്ളതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ അധികം നീട്ടാൻ പറ്റുന്നില്ല ഗൈസ്. സോ ഇതാണ് നമ്മുടെ ഫെറാറി കളക്ഷൻസ്. സോ അൺബോക്സ് ചെയ്ത ബാക്കുകൾ ഇതാണ്. അൺബോക്സ് ചെയ്യാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചാണ് ബാക്കുകൾ ഇതാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുമാതിരി തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ കാണിക്കുന്ന സപ്പോർട്ടാണ് എനിക്ക് എന്നും വീഡിയോ ഇടാൻ എൻകറേജ്മെൻറ്റ്. സോ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരോടൊക്കെ താങ്ക്സ് പറയാണ്. കാരണം നിങ്ങളില്ലെങ്കിൽ ഞാനില്ല. കാരണം ഇപ്പോൾ കുറേ പേര് ചോദിക്കും എന്താ പറയുക, ഓ വലിയ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊരു സമൂഹമാണോ നിനക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കല്ല. പക്ഷേ കാണിക്കുന്ന സ്നേഹം അത് ആര് കാണിച്ചാലും നമുക്കത് തിരിച്ച് നൽകണം എന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. അതുമാതിരി തന്നെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോസസ്സാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു നന്ദിയാണ്. കാരണം വെറുതെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യാൻ ഇറങ്ങിയൊരു തന്നെ എന്താ പറയുക ബോറിംഗ് ടൈമിൽ തുടങ്ങിയൊരു പ്രോസസ്സാണിത്. കാരണം കുറേ വാങ്ങിച്ചു കൂട്ടുണ്ട് ഇങ്ങനത്തെ ഹോട്ട് വീൽസ്. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് വെറുതെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങാം, ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തു തുടങ്ങിയ ഒരു പരിപാടിയാണ്. സോ അതിന് നിങ്ങൾ കാണിക്കുന്ന ഒരു സ്നേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലുതാണ്. കാരണം നിങ്ങൾ കാണിക്കുന്നത് ഹോട്ട് വീൽസിനോടുള്ള ഇഷ്ടമോ അല്ലെങ്കിൽ എന്നോടുള്ള ഇഷ്ടമോ എന്തെങ്കിലും ആവട്ടെ, പക്ഷേ നിങ്ങൾ ഗായ്സ് തരുന്ന സപ്പോർട്ട് അത് വലിയൊരു പുഷാണ്. കാരണം നമുക്ക് പുതിയ പുതിയ കണ്ടന്റുകൾ ചെയ്യാനും നമ്മളെ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഉള്ളൊരു വലിയൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ കീപ് സപ്പോർട്ടിങ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹോട്ട് വീൽസ് തരാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം മറ്റുള്ളവർ പോലെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇതൊക്കെ ഒരു ഡൈകാസ്റ്റ് കമ്മ്യൂണിറ്റി ഡൈകാസ്റ്റ് കളക്ഷൻ എന്നുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല. കാരണം ഇത് കളക്ട് ചെയ്യാൻ ഇറങ്ങുന്നതും ഇതിൻ്റെ ഒരു പ്രോസസ്സ് ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കണ്ണങ്ങുന്നാന്ന് ഇറങ്ങുന്ന പോലെ പറ്റുന്ന കാര്യമില്ല. അത് കാരണം ഇത് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എത്ര വിലയ്ക്ക് കിട്ടും എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നീഡ് എ ഹോംവർക്ക്. ലൈക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹോംവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് പോയി ഇത് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പല ദിവസങ്ങളിലും അത് രാവിലെയൊക്കെ എണീറ്റാണ് പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇത് കളക്ട് ചെയ്യുന്നത്. കാരണം ഈ ഷോപ്പ് തുറക്കുമ്പോൾ നമ്മൾ അവിടെ എത്തണം. കാരണം നമുക്ക് ഈ ബോക്സ് അവിടെ അവൈലബിൾ ആണ് എന്നറിയുമ്പോൾ തന്നെ എത്തണം പല ആൾക്കാരുണ്ട്. സോ ബേസിക്കലി എല്ലാ ഷോപ്പുകാർക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. സോ അതിൽ ഞാനും ഉണ്ട്. അതെന്ന് പക്ഷേ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ എത്തിപ്പെടാൻ പറ്റാത്ത ചില അവസരങ്ങളുണ്ടാവും. അതിന് നമ്മളിപ്പോൾ വല്ല എറണാകുളത്തോ അല്ലെങ്കിൽ വേറെ വല്ല ബാംഗ്ലൂരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തൃശ്ശൂർ ഒരു ബോക്സ് തുറന്നുണ്ടെങ്കിൽ നമുക്കത് എത്താൻ പറ്റില്ല. സോ ആ സമയത്ത് ആ ഷോപ്പിൽ നമുക്ക് വേണ്ടി എടുത്ത് വെക്കണ കുറച്ച് നല്ല മനസ്സുകളുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ നന്ദി പറയണം. കാരണം നിങ്ങളുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് കിട്ടണത്. ബേസിക്കലി എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് ഈ ഹോട്ട് വീൽസ് എന്ന സാധനം കിട്ടാനില്ലത്. കാരണം തന്നെ കാരണം ബേസിക്കലി തൃശ്ശൂരിലുള്ള എല്ലാ റീറ്റെയിൽ ഷോപ്പിലും ഞാൻ പോയി അന്വേഷിക്കുമ്പോൾ പറയുന്ന കാര്യം ഇതെല്ലാം വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. സോ റീറ്റെയിലേഴ്സ് ഈ ഹോൾസെയിൽസ് ആൾക്കാർ നമ്മുടെ തൃശ്ശൂർ അങ്ങനത്തെ ലോക്കൽ ഏരിയയിലൊന്നും ഇതധികം കൊടുക്കുന്നില്ല കേസ്. ഇതൊക്കെ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി അതുപോലുള്ള മെട്രോ സിറ്റികളിലാണ് അവർ വൻ രീതിയിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പോയി നമ്മുടെ ലോക്കൽ ഷോപ്പിൽ പോയി ചോദിക്കുമ്പോൾ അത് അവർക്ക് കിട്ടാനില്ല എന്നാണ്. ഞാൻ എല്ലായിടത്തും ചോദിച്ചപ്പോഴും അവർ പറയുന്നത് അവർക്കത് കൊടുക്കുന്നില്ല എന്നാണ്. സോ അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ആർക്കും വേണ്ട, അതാണ് മെയിൻ റീസൺ. സോ ഞാൻ പറയുന്നതിന് ഫ്രിസ്ബി ഇവരൊക്കെ ഉള്ള ടീമുകളുള്ളതുകൊണ്ടാണ് നമുക്കിത് ബേസിക്കലി കിട്ടുന്നത്. സോ ഇതിൻ്റെ ഇതിൻ്റെ പിന്നാമ്പറം ചകഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ എന്താ പറയുക അപ്പനായിട്ട് വരുന്നൊരു സാധനമുണ്ട്. കാസ് ആൻഡ് ഡോൾസ് തന്നെ ഡൽഹിയിലത്തെ ഒരു ഷോപ്പ്. നമുക്ക് പറ്റാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് മോഡൽസ് ഇറക്കാം. ഞാനിത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് MRP റേറ്റിന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം, അവർക്ക് മാത്രം. കാരണം ഹോട്ട് വീൽസ് കിട്ടാത്ത കുറേ ആൾക്കാരെ എനിക്കറിയാം. പൈസ ഇല്ലാത്തതുകൊണ്ടും അതുമാതിരി തന്നെ ഓവർ പ്രൈസ് ആയതുകൊണ്ട് ഇത് വാങ്ങാൻ പറ്റാത്തതുകൊണ്ടും അത് കിട്ടാത്ത കുറച്ച് പേരുണ്ട്. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ബോക്സ്. അപ്പോൾ ബേസിക്കലി ഞാനൊരു ലൊക്കേഷൻ പറയാം. ആ ഒരു ലൊക്കേഷനിൽ ഒന്നില്ലെങ്കിൽ തൃശ്ശൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത്. സോ നമ്മുടെ ആ റീജിയനിൽ ഹോട്ട് വീൽസിന് ആവശ്യമുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അപ്പോൾ അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തിപ്പെടാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഡെലിവറി വേണമെങ്കിൽ ഡെലിവറിയും ചെയ്യാം. ഞാനൊരു ബിസിനസ് ആയിട്ട് എടുക്കല്ല, പക്ഷേ ഇത്
കിട്ടാൻ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്ന് അനുസരിച്ചാണ് ഞാൻ ചെയ്യുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫുൾ ബോക്സ് എടുക്കാം. നിങ്ങൾക്ക് MRP റേറ്റിന് ഞാൻ തരാൻ നോക്കാം. അതിൽ ഫാൻസി മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാനത് നിങ്ങൾക്ക് നല്ല മോഡൽസ് മാത്രമേ ഞാൻ തരാൻ നോക്കാം. അത് എത്രത്തോളം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതൊക്കെയാണെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാൻ കുറച്ചധികം മോഡൽസ് ഉണ്ട്. സോ അതിൽ നിന്നൊക്കെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ കാറിൻ്റെ BMW ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് നമുക്ക് അൺബോക്സിങ് ചെയ്യാറുണ്ട്. കാരണം ഈ കാറുകളെല്ലാം നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഈ ബോക്സിൽ വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഇഷ്യൂ വരും. ഞാൻ 2-3 ബോക്സുകൾ അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം ഇങ്ങനെ ഒരു പക്ക ഡയറോമ അല്ലെങ്കിൽ ഒരു വലിയൊരു വാൾ ഷെൽഫൊക്കെ അടിക്കണം എനിക്കുണ്ട്. പക്ഷേ ഇതൊന്നും കിട്ടണില്ല. അങ്ങനെ ആരെങ്കിലും ഇത് എനിക്ക് ചെയ്ത് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനൊരു അഫോർഡബിൾ റേറ്റിന് ചെയ്ത് തരാം. അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു ഷെൽഫ് ഡിസൈൻ ചെയ്ത് തരാൻ പറ്റുന്ന ഒരാൾക്കാരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എനിക്കതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കാര്യങ്ങൾക്കും വേണമെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എനിക്ക് DM ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എൻ്റെ ഈ ഒരു കളക്ഷൻസ് എനിക്ക് സെറ്റാക്കി വെക്കാനാണ് പ്രൈമറിൽ എൻ്റെ ഒരു ടാർഗറ്റ്. സോ കാരണം എനിക്ക് കാറുകൾ നശിച്ചു പോവാണ്. കാരണം പല രീതിയിൽ ചെരിഞ്ഞും പറഞ്ഞിരിക്കുമ്പോൾ അത് ഒബ്വിയസ്ലി അത് എന്താ പറയുക പതിയെ അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒരു ഇത് വരും. സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കണ്ടൻസും പുതിയ വെറൈറ്റി വീഡിയോകളായിട്ട് വരുന്നവരെ ബൈ ഗായ്സ്.